ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തു ഈ വർഷ. അപ്പോൾ ചേച്ചി എന്തുമാത്രം ജോലി ഈ വീട്ടിൽ ചെയ്യുന്നത്, ആർക്ക് ജോലി ചെയ്താലും വെറുതെ അത് ചെയ്യരുത് ചേച്ചി, അതിനൊരു വിലയും ഉണ്ടാകില്ല എന്ന് വർഷ രേവതിയോട് പറയുക. കാശ് തന്ന് നീ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റിയല്ലോ എന്ന് രേവതി അന്നേരം വർഷയോട് പറഞ്ഞു. നീ എന്നെ അങ്ങനെയാണോ കരുതുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വർഷ ചോദിച്ചു. ചേച്ചിയെ ഞാൻ എങ്ങനെ അങ്ങനെ കരുതുവോ? ഒരു ബെനിഫിറ്റും ഇല്ലാതെ ചേച്ചി എന്തിനാ ഇങ്ങനെ ചുമ്മാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു അന്നേരം വർഷ. ആ സമയം ഇത് നീ വേലക്കാരിക്ക് തന്ന ശമ്പളമാണോ എന്ന് രേവതി ചോദിച്ചപ്പോൾ അയ്യോ ഇത് ശമ്പളമൊന്നുമല്ല, അന്ന് ശ്രുതി ചേച്ചി ആൻറ്റിക്ക് പോക്കറ്റ് മണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആൻറ്റി വേലക്കാരിയാണെന്ന് കരുതിയിട്ടാണോ ശ്രുതി ചേച്ചി ആ കാശ് കൊടുത്തത്? രണ്ടവളുമാരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു രേവതിയെ വേലക്കാരിയാക്കി വർഷ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഈ ഡയലോഗ് അങ്ങ് കേട്ടപ്പോഴേക്കും വർഷ ഇത്രയും പറയുന്നു ഒട്ടും അവളുമാർ രണ്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി തലയാട്ടുന്നു. അയ്യോ വേലക്കാരി എന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ ആൻറ്റിക്ക് കാശ് കൊടുത്തത് എന്ന് ശ്രുതി അന്നേരം പറയുക. പിന്നെ ആൻറ്റി എനിക്ക് അമ്മയെ പോലെയാ, അമ്മയെന്ന് കരുതിയാ ഞാൻ കാശ് കൊടുത്തത് എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുമ്പോൾ ചേച്ചി കേട്ടില്ലേ, അതുപോലെ ഞാൻ എൻ്റെ സിസ്റ്റർ എന്ന് കരുതിയ ചേച്ചിക്ക് കാശ് തന്നതെന്ന് വർഷ നമ്മുടെ രേവതിയോട് പറഞ്ഞു. ശ്രുതി ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും പുറത്തുനിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തും വാങ്ങിക്കാം. അതുപോലെ ചേച്ചിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം കാണില്ലേ, അതുകൊണ്ടാണ് ഞാൻ കാശ് തന്നതെന്ന് വർഷ പറഞ്ഞു. രേവതിയെ പിന്നെ ഉയർത്തി നമ്മുടെ വർഷ. ചേച്ചിക്ക് എപ്പോൾ കാശിൻ്റെ ആവശ്യം വരുന്നോ ചേച്ചി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കാശ് തന്നോളാം, ഓക്കെ? അതും പറഞ്ഞു നമ്മുടെ വർഷ അവിടെ നിന്ന് പോയി ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഇങ്ങനെ നാറി വെളുത്ത് അവിടെ നിൽക്കുക. പിന്നെ തല തപ്പണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഇപ്പോഴാടി എനിക്ക് മനസ്സിലായത്, സ്നേഹം നടിച്ച് നീ എന്തിനാ വർഷയുടെ പിന്നാലെ കൂടുന്നതെന്ന്, അടിക്കടി ഇങ്ങനെ കാശ് വാങ്ങിക്കാലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അതിനും അവിടെ ഇട്ട് കുത്തുക. അപ്പോൾ ആൻറ്റി എനിക്ക് ഈ ട്രിക്ക് എന്തായാലും അറിയില്ലായിരുന്നു കേട്ടോ, കുറച്ച് കാശ് കൊടുത്തിരുന്നെങ്കിൽ ശ്രുതിയുടെ ഡ്രസ്സുകൾ അലക്കി തരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയാക്കുക ശ്രുതി. കാശ് കൊടുത്താൽ എന്ത് ജോലിയും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ രേവതിയെ കളിയാക്കുന്നു. അതെ അതെ എന്നും പറഞ്ഞ ചന്ദ്രമതി, വീട്ടിലെ വേലക്കാരിയുടെ ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുന്ന മരുമകളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ആശാദികൾ. നീ വാ ശ്രുതി വാ, ഇവിടെ നിന്നാലേ നമ്മളോട് വിളി ശമ്പളം ചോദിക്കുമെന്നും പറഞ്ഞ് രേവതിയെ കളിയാക്കിയിട്ട് അവളുമാർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുക. അപ്പോഴും രേവതി അവിടെ നിന്ന് നെഞ്ചു പൊട്ടി കരയുവാട്ടോ ആ പൈസയും കയ്യിൽ പിടിച്ചിട്ട്. അപ്പോൾ ശ്രുതിക്ക് ആകാശകോടാലി ഇരിപ്പുണ്ടെന്നുള്ളത് ശ്രുതിക്ക് അറിയില്ലല്ലോ. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേറിയിട്ട് അവിടെ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വീഴുമ്പോൾ ശ്രുതിയുടെ എല്ലാ സൂക്കേടും മാർക്കോളും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ റൂമിലിരിക്കുമ്പോൾ ശ്രീകാന്ത് മുറിയിലേക്ക് കയറി ചെല്ലുക. ശ്രീകാന്ത് വന്നോ, എനിക്ക് ചെറുതായിട്ട് തലവേദനിക്കുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ സ്റ്റൈലിൽ ഒരു ടീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് നീ സാലറി തരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് ടീയും ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭർത്താവിന് സാലറി കൊടുക്കണമെന്ന് നിയമം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു വർഷ. ഞാൻ വല്ലതും പറഞ്ഞു പോകും കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ നീ എന്തിനു ദേഷ്യപ്പെടുന്നേ, എന്താ ശ്രീകാന്തിൻ്റെ പ്രോബ്ലം, നിനക്കെന്താ പ്രോബ്ലം വർഷ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിച്ചു. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിന് മുന്നേ ഒരു നിമിഷം ആലോചിക്കണമെന്നുള്ളത്, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് പറയാം. അപ്പം ഞാനിപ്പോൾ അതിനെ ആരെ വേദനിപ്പിച്ചേ, രേവതി അടുത്തിപ്പറ്റി നീ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അവർ ഈ വീട്ടിലെ മരുമകളാ അല്ലാതെ വേലക്കാരി അല്ല എന്നും പറഞ്ഞ് അങ്ങനെ ശ്രീകാന്ത് പറയാം. അപ്പോൾ വർഷ ഇങ്ങനെ നോക്കുക, എന്താ സംഭവം, എന്താ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുക, ശ്രീകാന്തല്ലേ പറഞ്ഞത് ഒരു കാര്യം പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കണമെന്ന്. നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ വർഷ എന്ന് പറഞ്ഞു ശ്രീകാന്ത്. രേവതി ചേച്ചി ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞോ, നീ എന്തിനാ ഏട്ടത്തിക്ക് സാലറി കൊടുക്കുന്നത് പോലെ 2000 രൂപ എടുത്ത് കൊടുത്തതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അത് ഏട്ടത്തിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആരാ ശ്രീകാന്തിനോട് ഇത് പറഞ്ഞത്, അപ്പം അതൊന്നും നീ അറിയണ്ട, അതെൻ്റെ ഏട്ടത്തിയാണെന്നും ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകളാണ് എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞു. അതെനിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ ശ്രീകാന്ത് അതിനോട് പറയണമെന്ന് ചോദിച്ചപ്പോൾ നീ ഏട്ടത്തിയോട് ജോലി ചെയ്യാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, നിനക്ക് നിന്റെ ഡ്രസ്സ് പോലും അലക്കാൻ അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. രേവതി ചേച്ചി എല്ലാം അറിഞ്ഞ് ചെയ്തു തരുന്നുണ്ടല്ലോ, അത് ഏട്ടത്തിയുടെ വലിയ മനസ്സാണ്, അത് നീ മനസ്സിലാക്കണം. നിന്നോടുള്ള സ്നേഹവും കരുതലും കാരണം ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്തു തരുന്നത്, നീ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരിക്കുകയാണോ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോഴും വർഷയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. 2000 രൂപ സാലറി എന്ന പോലെ കൊടുത്ത് നീ അവരെ ഇൻസൾട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ അല്പം പോലും ബുദ്ധിയില്ലേ നിനക്ക്, നീ എന്താ ഇങ്ങനെ? അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കഴിഞ്ഞോ എന്ന് ഞാനിനി പറയട്ടെ. ശ്രീകാന്ത ഇപ്പോൾ ആലോചിക്കാതെ കയറി സംസാരിക്കുന്നത്, ഒരാവശ്യമില്ലാതെ ചുമ്മാ എന്നോട് ദേഷ്യപ്പെടുക. എനിക്ക് രേവതി ചേച്ചിയെ ഇഷ്ടമാണ്,
പിന്നെ ഞാനല്ല, ഈ വീട്ടിലുള്ള മറ്റുള്ളവർ അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം നീ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കുറ്റം പറയുവാണെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ശ്രീകാന്തേ? അതൊന്ന് പറഞ്ഞ്. എല്ലാവർക്കും വേണ്ടി അവർ രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. അവരുടെ വിഷമം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ഉണ്ടോ? എനിക്കെന്തെങ്കിലും കാര്യം ചെയ്തു തന്നാൽ ഞാൻ അവരോട് എന്നും അതിന് നന്ദി പറയും. ഇന്ന് ക്യാഷ്വലായിട്ട് 2000 രൂപ കൊടുത്തതേ ഉള്ളൂ. ഞാൻ സാലറി കൊടുത്തതൊന്നുമല്ല. സാലറി കൊടുത്തെന്നും പറഞ്ഞു ശ്രീകാന്ത ഇപ്പം ചേച്ചി ഇൻസൾട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു വർഷ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, ഏട്ടത്തി ചെയ്ത ജോലിക്ക് നീ കാശ് കൊടുത്തു, എന്താ അതിൻ്റെ അർത്ഥമെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ, ചേച്ചി ചെയ്ത ജോലിയെ ഞാൻ മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ, അത് അതിൻ്റെ അർത്ഥമെന്ന് വർഷ പറയുക. ശ്രുതി ചേച്ചി ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങിക്കും. ആ പാവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം, അതിനല്ലേ അവരുടെ ഹസ്ബൻഡ് ഉള്ളത്. അദ്ദേഹത്തിന് കുടിക്കാൻ തന്നെ കാശ് തികയുന്നില്ല, പിന്നെയല്ലേ രേവതി ചേച്ചിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. വർഷ, സച്ചേട്ടനെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രീകാന്ത് നേരം പറഞ്ഞു. എന്തായാലും നീ ഏട്ടത്തേക്ക് കാശ് കൊടുത്തത് തെറ്റ് തന്നെയാണ്. അപ്പം അതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ കൊടുത്തതുപോലെ ശ്രീകാന്തും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ശ്രീകാന്തിന് അവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ഞാൻ കാശ് കൊടുക്കണമെന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കാം. നീ നിൻ്റെ അമ്മയ്ക്ക് കാശ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും വർഷം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന് കേൾക്കുവാണ്. രേവതി എടുത്തി, ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്, നിനക്കതറിയാവോ എന്ന് ചോദിച്ചേ. പിന്നെ പക്ഷെ നീ ഒരു ജോലിക്കാരുടെ സ്ഥാനത്താണ് കണ്ടത്, അത് നീ കാശ് കൊടുത്തോന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ വർഷ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഞാൻ കൊടുത്തത് ഒരു പോക്കറ്റ് മണി ആയിട്ട് അതിനെ കണ്ടാൽ മതിയെന്നും പറഞ്ഞു വർഷ. ഞാൻ ചേച്ചിയെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് കരുതുന്നതെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും വർഷ പറഞ്ഞു. അവർ നിന്റെ സ്വന്തം ചേച്ചിയല്ല, കോ സിസ്റ്ററാണെന്നും പിന്നെ നിന്നെപ്പോലെ തന്നെ പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഏട്ടത്തിയെന്നും പറയണു. ഞാൻ ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത്, എന്നാൽ ശ്രീകാന്ത ചേച്ചിയെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് വർഷ പറഞ്ഞു. ശ്രീകാന്തിൻ്റെ ചിന്തയെ തെറ്റ്, എൻ്റെ ചിന്തയല്ല എന്നും പറഞ്ഞു. ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്, പോക്കറ്റ് മണിയെന്നും പറഞ്ഞ് അമ്മയ്ക്ക് ശ്രുതി ചേച്ചി കാശ് കൊടുത്തിരുന്നല്ലോ, അതിനെന്താ ഒരു പ്രശ്നവും ഇല്ലേന്ന് ചോദിച്ചു. അതും ഇതും ഒരുപോലെയല്ല വർഷ, ഏട്ടത്തി കുടുംബത്തോടുള്ള സ്നേഹം കാരണം ആ ജോലിയൊക്കെ ചെയ്യുന്നത്. നിങ്ങളാണ് ശരിക്കും ചേച്ചിയെ ഇവിടുത്തെ വേലക്കാരിയെ പോലെ കാണുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അവർ ഈ വീട്ടിലെ ജോലികൾ ഓരോന്നായി ചെയ്യുക. അവർക്കൊരു ജീവിതമില്ലേ? ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? എന്താ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കണമെന്ന് അവർക്കും തോന്നില്ലേ? അതിനവർക്ക് കാശ് വേണം. ഞാൻ നല്ലതെന്ന് കരുതി ആ പൈസ കൊടുത്തത്. ശ്രീകാന്തിന് അതൊരു തെറ്റായിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു വർഷ. ഒരു വിഷയം നീ ചെയ്യുന്നതിന് മുൻപും ആലോചിക്കില്ല, ചെയ്തതിന് ശേഷവും നീ ആലോചിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു ശ്രീകാന്ത്. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ശ്രീകാന്ത് എനിക്ക് തലവേദനിക്കാൻ ഞാൻ കിടക്കുകയാണെന്നും പറഞ്ഞ് കയറി അങ്ങ് കിടന്നു. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് ശ്രീകാന്ത് കിടന്നു കഴിഞ്ഞപ്പോൾ വർഷ ഇന്ന് ലൈറ്റ് ഇട്ടു. ശ്രീകാന്ത് ഓഫ് ചെയ്യും, ലൈറ്റ് ഇടും. ശ്രീകാന്ത് ഓഫ് ചെയ്യും, വർഷ ലൈറ്റ് ഇടും. അങ്ങനെ ഇടലും ഓഫ് ചെയ്യലുമായിട്ട് രണ്ടുപേരും കൂടെ വഴക്ക്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും റൂമിൽ ഇങ്ങനെ നിൽക്കാം. അപ്പം സച്ചി കയറി വരുമ്പോൾ നമ്മുടെ രേവതി ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. അപ്പം എപ്പോൾ നോക്കിയാലും നിൻ്റെ കയ്യും കാലും അടങ്ങിയിരിക്കില്ലല്ലോ, ഏതു നേരം എന്തെങ്കിലുമൊക്കെ ജോലി ആയിരിക്കുമല്ലോ അല്ല രേവതി എന്ന് സച്ചി ചോദിച്ചേ. അപ്പം കഴിക്കാൻ എടുക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ മതിയോ എന്ന് രേവതി ചോദിച്ചു. അപ്പം സച്ചി മഹേഷ് നിർബന്ധിച്ചപ്പോഴേ ഞാൻ നേരത്തെ കഴിച്ചു, അത് മതി എന്നും പറഞ്ഞു. വിശക്കുന്നില്ല, നീ കഴിച്ചോ എന്ന് ചോദിച്ചപ്പം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും രേവതിയുടെ മുഖത്തൊരു വാട്ടം. ഇതെന്താ പോത്തീസിൻ്റെ പരസ്യത്തിൽ എന്നതുപോലെ ഏതു നേരവും പല്ല് പുറത്ത് കാണിച്ച് ചിരിച്ചോട്ട് നിൽക്കുന്ന ആളാണല്ലോ നീ, ഇന്നെന്തു പറ്റി നിന്റെ മുഖത്തൊരു വാട്ടം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി. സച്ചി നേരെ രേവതിയെ പിടിച്ചിട്ട് എന്തുണ്ടല്ലോ, എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. നിന്റെ മുഖം കണ്ട എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുക. നീ കാര്യം പറ, എന്താ വിഷയം? അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞതേ ശരി തന്നെയാണ്, ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, ഒടുക്കം ഞാൻ ഇവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് മാറിയെന്ന് തോന്നുന്നതെന്ന് രേവതി സച്ചിയോട് പറയുന്നത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചത് എന്താ ഈ പറയണേ? അങ്ങനെ രേവതി സങ്കടത്തോടു കൂടി അവിടെ നിൽക്കും. രേവതി കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പൈസ എടുത്ത് സച്ചിയുടെ നേരെ കാണിച്ചു. അപ്പോൾ എവിടുന്ന് എനിക്ക് പൈസ കിട്ടിയതെന്ന് ചോദിച്ചേ. അത് എനിക്ക് ശമ്പളം തന്നതാണെന്ന് പറഞ്ഞു. 2000 രൂപ എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോൾ, ശമ്പളമോ? പൂ കെട്ടിക്കൊടുത്തതിന് കിട്ടിയ കാശാണോ? അതോ വീട്ടുജോലി ചെയ്തതിന് കിട്ടിയ കാശാണെന്നും പറഞ്ഞ് രേവതി ഇത് കാണിച്ചപ്പോൾ, വീട്ടുജോലി ചെയ്തതിനോ? നീ എന്താ ഈ പറയുന്നേ? ആരാ നിനക്കിത് തന്നേ എന്ന് ചോദിച്ചപ്പോൾ, അത് ആര് തന്നു എന്നുള്ളത് വിഷയമല്ല, പക്ഷേ ഞാനിവിടുത്തെ വെറും വേലക്കാരിയായി. ഈ വീട്ടിലെ ചിലരൊക്കെ എന്നെ വേലക്കാരിയായിട്ടാണ് എന്നെ കാണുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് പറഞ്ഞു.
അങ്ങനെ ദേ വർഷയെ പറ്റിയും അതുപോലെ തന്നെ ശ്രുതിയെ പറ്റിയും അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ രേവതി പറയുക. അപ്പോൾ അവരൊക്കെ വലിയ വലിയ വീടുകളിലെ പെണ്ണുങ്ങളാണ്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ, പൂ കെട്ടുന്ന പെണ്ണ്. അപ്പോൾ പുറത്ത് വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് കാണുകയാണെന്നും പറഞ്ഞപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല വീട്ടുകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം വേല ചെയ്യുന്നവളായിട്ട് മാത്രം സച്ചേട്ടൻ എന്നെ കാണുന്നതെന്ന് പറഞ്ഞു നേരെ രേവതി വലിയ മാല കെട്ടുന്നത് പോലെ നീട്ടിക്കൊണ്ട് പോയത് എന്താ വിഷയം എന്ന് വെച്ച് പറയാൻ പറഞ്ഞു. ആരാ നിനക്ക് കാശ് തന്നതെന്ന് ചോദിച്ചപ്പം അത് വർഷയാണെന്ന് പറഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയും. ഇത് കേട്ടപ്പോൾ സച്ചിക്കങ്ങ് രക്തം തിളയ്ക്കാൻ തുടങ്ങിയില്ലേ. ഞാൻ മുന്നേ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ രേവതി, അവൾ അഹങ്കാരിയാണ്, പണത്തിൻ്റെ കുങ്കിൽ ആടുമെന്നുള്ള കാര്യം. നീ അന്നതൊന്നും കേട്ടില്ലല്ലോ. അപ്പം നീ അവൾക്ക് നല്ല പെണ്ണെന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ദേ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നീ മുൻപന്തിയിൽ നിന്നു, ഇപ്പം അവൾ നിന്നെ തന്നെ തിരിഞ്ഞു കുത്തിയില്ലേ എന്ന് ചോദിക്കാം. അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഇതിൽ നിൽക്കാം. അവൾ നിന്നെ വേലക്കാരിയായിട്ട് കണ്ടല്ലേ, അവൾ കാശ് തരുമ്പോൾ നീ എന്തിനത് നീട്ടി വാങ്ങിക്കാൻ നിന്നത്, നാണമില്ലേ നിനക്കെന്നൊക്കെ ചോദിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞൂടായിരുന്നു നിനക്കെന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ സച്ചേട്ട അവളെന്നെ നിർബന്ധിച്ച് പിടിപ്പിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഞാൻ നിന്നു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു നിന്നവർ പറഞ്ഞതെല്ലാം നമ്മുടെ രേവതി പറയാം. ദേ അതിലൊന്നും വലിയ കാര്യമില്ല സച്ചേട്ടാ, ഞാൻ ഇവിടുത്തെ വേലക്കാരി തന്നെയല്ലേ. പൂ കിട്ടുന്ന ജോലി വലിയൊരു ജോലിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതൊന്നും വലിയ ജോലിയല്ല സച്ചേട്ടാ. അത് വേറെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ജോലികളാണല്ലോ, പുറത്തൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, നിനക്ക് എന്താ, നീ തന്നെ നിന്നെപ്പറ്റി ഇങ്ങനെ താഴ്ത്തി സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് നിന്നോട് എന്ത് മതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നേ എന്നും ചോദിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാകാനും മാത്രം ഞാൻ എന്താ സച്ചേട്ട ഇവിടെ ചെയ്യുന്നേ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ സച്ചേട്ട. രേവതി നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ അമ്മ പറയും, അതൊക്കെ ഞാൻ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ അതിന് മറ്റൊരർത്ഥവും കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിയുടെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി പറഞ്ഞു തീർക്കുക. അവരുടെ തുണി പോലും ഞാൻ കഴുകണമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിക്കുന്നില്ല കേട്ടോ. സച്ചി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കും അവിടെ. ഇത് വാങ്ങിക്കുക സച്ചേട്ടാന്നും പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതി. അപ്പോൾ സച്ചി ഇത് വാങ്ങിച്ചില്ല, രേവതി അത് കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ എന്തുദ്ദേശത്തോടെ വർഷ ഇതെനിക്ക് തന്നത് എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും മുഖത്തടിച്ചതുപോലെ അവൾക്കിത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. അതും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് ശ്രീകാന്തിന് കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അത് കൊടുക്കുക. പക്ഷേ സച്ചിക്ക് പൈസ കയ്യിലിരുന്നിട്ട് ഭയങ്കര ദേഷ്യം. സച്ച പൈസ ഇങ്ങനെ കയ്യിലിങ്ങനെ ഇറുക്കി പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പാതിരാത്രിയിൽ രേവതിയുടെ വീടിൻ്റെ വാതിലിൽ വന്ന് ഇങ്ങനെ കൊട്ടുക. അപ്പോഴേക്കും അമ്മ ചാടി എഴുന്നേറ്റു. ദേവുവിനെ വിളിച്ചെഴുന്നേപ്പിക്കും, ആരോ വരുന്നുണ്ട് വാ. അപ്പോൾ കഥകിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. ആരാ അമ്മേ, കഥകിൽ മുട്ടുന്നുണ്ടല്ലോ അമ്മേ. അപ്പോഴേക്ക് ശരത്തും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവർ കൊട്ടുന്ന ശബ്ദം കേട്ടോണ്ടാണ് വരുന്നത്. അപ്പോഴേക്കും ഇനി മറ്റേ അയാളെങ്ങാനും ആണോ എന്ന് ചോദിച്ചു. അവനാകാൻ ഒരു വഴിയില്ല, അവൻ ജയിലിലല്ലേ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പിന്നെ ഇവർക്ക് പേടിയായി, മോളെ ആരായിരിക്കും മോളെ. അപ്പോൾ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയോന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ഇവരിയ്ക്കുക. അന്നേരത്തേക്ക് ശരത്ത് ഇത് കേട്ടു. അവൻ ഇന്ന് ഞാനെന്നും പറഞ്ഞ് ശരത്ത് അങ്ങ് ചെല്ലുമ്പോൾ എടാ ശരത്ത് അവിടെ നിൽക്കടാ, മണ്ടത്തരം കാണിക്കലേന്നും പറഞ്ഞ് അമ്മ കയ്യിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് വാതിൽ തുറക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആയി തോക്കിയെടുത്ത് അപ്പോൾ അതൊക്കെ ചെന്ന് വാതിൽ തുറക്കുക. അടിക്കാൻ ഭാഗത്തിന് ഇങ്ങനെ നിൽക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ സച്ചിയെ കണ്ടു. അപ്പോൾ സച്ചി ഇങ്ങനെ വന്നപ്പോൾ ഈ സച്ചേട്ടനായിരുന്നു, ഇപ്പം ഞങ്ങൾ കൊന്നേനെ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക. അല്ല ഇത് കമ്പി മടിയൊക്കെ ആയിട്ട് അത് പിന്നെ ഇങ്ങനെയാണോ സാധാരണ നിങ്ങൾ വാതിൽ തുറക്കാറെന്നൊക്കെ സച്ചി അന്നേരം ചോദിക്കും കേട്ടോ. എത്ര പേരെ തല തകർത്ത് ആശുപത്രിയിലാക്കിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പം ഞങ്ങൾ കരുതി മോനെ ആ വാതിൽ മുട്ടിയതേ ആ ഗജാനന്ദനാണെന്ന്, അതുകൊണ്ടാണ് അവരെ ഞാൻ അടിച്ചൊതുക്കിയില്ലായിരുന്നോ, അവൻ ജയിലിലല്ലേ ഉള്ളത്, പിന്നെന്തും ഇനി പേടിക്കാനുള്ളതെന്നൊക്കെ അന്നേരം ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. ഇനിയിപ്പോൾ ഇറങ്ങിയാലും അവൻ ഈ പരിസരത്തേക്കൊന്നും വരാനൊന്നും പോണില്ല എന്നും പറഞ്ഞു. സച്ചിയേട്ടൻ വാ കയറിയിരിക്കുക എന്നും പറഞ്ഞു ഇങ്ങനെ സച്ചി അകത്തേക്ക് വിളിച്ചു. അപ്പോൾ സച്ചി അകത്തേക്ക് ചെന്നപ്പോൾ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം, വീട്ടിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ ഈ സമയത്ത് വന്നേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടു പോകാനോ? എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയാകാൻ പറഞ്ഞു. മോനെ എവിടേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നേ? രേവതി വന്നിട്ടുണ്ടോ? കാറിലിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വന്നിട്ടൊന്നും ഇല്ല അമ്മേ, അവൾ വീട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിക്കേ. അപ്പോൾ എവിടേക്കാണ് പോകുന്നേ? അതൊക്കെ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അവരെയും കൂട്ടിക്കൊണ്ട് പോകാൻ ധൃതി കാണിക്കുക. പെട്ടെന്ന് വേണം കേട്ടോ, സമയം കളയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് വേഗം തന്നെ ഇങ്ങനെ ആവരുത്. അതിനുശേഷം നമ്മുടെ സച്ചി
ശരത്തിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കുന്നത്, ഇതിൽ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നീ എൻ്റെ ഫ്രണ്ട് കാർത്തികിനെ വിളിക്കണം, അവൻ്റെ നമ്പർ ഞാൻ നിൻ്റെ ഫോണിലേക്ക് അയക്കാം, മറ്റേ ഡീറ്റെയിൽസൊക്കെ അവൻ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. പോകാൻ നിനക്ക് ഈ സമയത്ത് ഓട്ടോ കിട്ടുമോ? എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കുണ്ട്, ഞാനതെടുത്ത് പൊക്കോളാമെന്ന് പറഞ്ഞു ശരത്ത്. ഓക്കെ ശരി ഓക്കെ എന്തിനാ സജ്ജേട്ടാ ഇതൊക്കെ വാങ്ങിക്കുന്നതെന്ന് ശരത്ത് ചോദിച്ചപ്പം അതൊക്കെ ആവശ്യമുണ്ടടാ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞു. എന്താ അതിൽ എന്ന് നമ്മുടെ ദേവ് ചോദിച്ചു. അപ്പോൾ ദേവ് ഒന്ന് നോക്കാനും തുടങ്ങി കഴിഞ്ഞപ്പോൾ വേണ്ട തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, നീ നോക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെയുള്ള പൂ കെട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും ഫോൺ നമ്പർ നീ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ചെന്ന് കുളിച്ച് റെഡിയായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സജ്ജേട്ടൻ എന്തിനാ അവരുടെയൊക്കെ ഫോൺ നമ്പർ എന്തിനാണെന്നൊന്നും നീ ഇപ്പോൾ പറയണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരി ഇപ്പം ഞാൻ അയക്കാം സച്ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയോട് അവർ ചെയ്തതിന് തക്കതായി എന്തോ ശിക്ഷ കൊടുക്കാനാണ് നമ്മുടെ സച്ചിയുടെ ആ ഒരു എടുത്തിയാട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ശരത്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, കുളിച്ചിട്ട് പോകും നോക്കടാ ചെല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വീട്ടിൽ കയറി ചെന്ന് എല്ലാവരെയും കുളിപ്പിക്കുകയും ഓരോന്ന് ചെയ്യിക്കുകയും ചെയ്യാം. അങ്ങനെ സച്ചി ഇവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങോട്ടാണ് പോണേന്ന്. അപ്പോൾ അമ്മയ്ക്കും മൂക്കും ആകെ സംശയം, നീ ഒന്ന് ചോദിക്കടി എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് രണ്ടുപേരും കൂടെ ഇരുന്ന് പെറുപെറുക്കണേന്ന് ചോദിച്ചു. അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ എവിടെയൊക്കെയാണ് പൊക്കിയെടുത്തോണ്ട് പോകുന്നതെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ സമയത്ത് എന്നും ഉറങ്ങി എഴുന്നേക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അമ്മ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ സച്ചേട്ടൻ മേലെ ഓട്ടം പോകണം, ഓട്ടം കിട്ടിയില്ലെന്നെങ്കിൽ എനിക്ക് ഓർക്കം വരത്തില്ലേ, നിങ്ങൾ ചുമ്മാ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് പറയാൻ പറഞ്ഞു. അതെ, അവിടെ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ഇവരോട് പറയാം. അതുവരെ ഇനി ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് പാടില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ സച്ചി ഇവരുമായിട്ട് ഇങ്ങനെ പോകുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും എന്തോ ഒരു വമ്പൻ പദ്ധതി തന്നെയാണ് നമ്മുടെ സച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആരുടെ തലയുടെ മേളിലേക്കാണ് അത് ചെന്ന് വീഴുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.